ഞാൻ കണ്ടു. ആര് ചത്താലും ജീവിച്ചാലും അവന്റെ ഒരു കിന്നര വായന. കളിക്കാൻ കൂട്ടില്ല. എല്ലാവരുടെയും ലങ്കട ചപ്പട 1-2 ആടുകളെ പോലും നോക്കാൻ കെൽപ്പില്ലാത്ത. നക്ഷത്രം തെളിഞ്ഞു ആകാശത്തിൻ തങ്കം ദീപായി ലോകം നാമോദം ഇനി സന്തോഷം വേണം ലോകമെല്ലാം പാടി മനസ്സിൽ നിവാദം അഹോ യേശുവിൻ കൂട്ടുകാരൊന്നായി ഗ്ലോറിയാദിൻ പാടി മഞ്ഞിൻ മടുത്തു. പകല് മുഴുവൻ വെയിലും കൊണ്ട് കുന്നുകൾ താണ്ടി ആടുകളെ മേയ്ക്കണം. വൈകുന്നേരമായ ഈ കാലികളുടെ കൂടെ ദുർഗന്ധം ശ്വസിച്ച് കഴിയണം. ഇതെല്ലാം സഹിക്കാം. രാത്രിയായാൽ തണുപ്പ് തുടങ്ങും. മറ്റുള്ളവർ സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഈ താഴ്വാരത്ത് നമ്മൾ മാത്രം തണുത്തു മരവിക്കും. സഹിക്കും. പൂർവികർ നമുക്ക് കൈമാറിത്തന്ന തൊഴിലല്ലേ. നമ്മൾ നമ്മുടെ മക്കളും അങ്ങനെ നമ്മുടെ തലമുറ മുഴുവൻ ആട്ടിടയ ഒഴിച്ചു കളയും. വായിക്കും. ഇതിൽ നിന്ന് ഒഴുകിയെത്തുന്ന സംഗീതം നിർത്ത്. അവന്റെ ഒരു സംഗീതം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും വേദനകളും മാത്രമേ ഉള്ളൂ. ആർക്കും വേണ്ടാത്ത ഈ ജീവിതം ഇങ്ങനെയൊക്കെ ജീവിച്ചു തീർത്താൽ മതി. നമ്മുടെ ജീവിതത്തിലും സന്തോഷമുണ്ടാവും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇവന് ഭ്രാന്ത. സ്വപ്നം കണ്ടതായിരിക്കും. അല്ല, ഞാൻ കണ്ടു. മാലാഖയെ ഞാൻ കണ്ടു. ഇവിടെ എവിടെയോ മാലാഖയുണ്ട്. ഞങ്ങൾക്ക് കാണാം ഒരു മാലാഖ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നിങ്ങൾക്കായി ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ലോകരക്ഷകനെ ആദ്യം കാണുവാനുള്ള ഭാഗ്യം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സമയം കളയുന്ന നമുക്ക് വേഗം ബെത്ലഹേമിലേക്ക് പോകാം. കൂട്ടുകാരൊന്നായി ഗ്ലോറിയാദിൻ പാടി മഞ്ഞിൻ കൂളിൽ വേളവിളിനണി പൈങ്കിളി പാടുന്നു. പുണ്യവായന സ്പർശിച്ചു ഭക്തി ആഴമാകുന്നു. ഇനി സന്തോഷം വേണം ലോകമെല്ലാം പാടി മനസ്സിൽ നിവാദം അഹോ യേശുവിൻ. നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. ഞാനൊരു സ്വപ്നം കണ്ടു. അതാ. ഇന്നും സ്വപ്നം കണ്ടോ? ആട് കുഴിയിൽ വീണതോ അതോ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിന്നതോ? അതൊന്നുമല്ല. ഒരു കുഞ്ഞു വാവ പുൽക്കൂട്ടിൽ ജനിച്ചതായി ഞാൻ സ്വപ്നം കണ്ടു. ഉണ്ണിയുടെ കൂടെ ദേവതയെ പോലെ ഒരമ്മ, ദിവ്യനായ ഒരപ്പനും, പിന്നെ കുറേ മാലാഖമാരും. അതാ ഞാൻ കണ്ട സ്വപ്നം. ഇതുപോലൊരു സ്വപ്നം നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അത്ഭുതമായിരിക്കുന്നു. എന്നാലും ഉണ്ണിവാവ എന്തിനാ പുൽക്കൂട്ടിൽ ജനിച്ചത്? കഷ്ടമായി പോയി. നമ്മള് ആട്ടിടയന്മാരല്ലേ, അതാ പുൽക്കൂടും മരുഭൂമിയൊക്കെ സ്വപ്നം കാണുന്നു. അപ്പോ മാലാഖമാരോ, ദേവതയെ പോലെ ഒരമ്മയോ, അതെങ്ങനെ വന്നു? അതൊക്കെ സ്വപ്നമല്ലേ? അല്ല, സ്വപ്നമല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു രക്ഷകൻ വരും. അപ്പ അവരെന്നെ കളിയാക്കുന്നത് കേട്ടില്ലേ? ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ അവരെന്നെ കളിയാക്കുന്നത്. വിവരമില്ലാത്തവരങ്ങനെ പലതും പറയും. എന്റെ മോൻ വിഷമിക്കണ്ട. എല്ലാവർക്കും
ഞാനൊരു പരിഹാസപാത്രം, കളിക്കാൻ കൂട്ടില്ല. ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ ആയതുകൊണ്ടല്ലേ. കരയല്ലേ മോനെ, തമ്പുരാൻ അറിയാതെ ഒന്നും നടക്കില്ല. ഇതൊരു നിമിത്തമാണ്. മലയടിവാരത്തൊറ്റപ്പെട്ടുപോയ ഈ ആട്ടിടയ ഗ്രാമം രക്ഷ ദർശിക്കും. ഇവൻ ഒരു അത്ഭുതമായി മാറും. ഇയാളിത് എന്താ പുലമ്പുന്നത്? പറയുന്നതൊക്കെ ശരിയായാ മതിയായിരുന്നു. മിണ്ടിയും പറഞ്ഞു നേരം പോയി. ആടുകളെ കൊണ്ട് മലയാളികാരം വരെ പോകാനുള്ളതാ. നാദാനെ, നിന്റെ പരിഹാസം കൂടുന്നുണ്ട്. ഇതൊന്നും നല്ലതിനല്ല മോനെ. ഇവന് രണ്ടെണ്ണം കൊടുത്താലോ? എനിക്ക് കൈ തെറിച്ചു വരുന്നുണ്ട് അവന്റെ ഒരു കളിയാക്കൽ. തദ്ദേവു, വേണ്ട. ഞാനിങ്ങനെ ആയത് എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ, എന്റെ വിധി. പൊട്ടിയതിനും ചളുങ്ങിയതിനും ഒക്കെ ഈ ലോകത്ത് ജീവിക്കണ്ടേ. ആടിനൊന്നും പറ്റിയില്ലല്ലോ. പാറക്കൂട്ടത്തിൽ പെട്ടുപോയതാ പാവം. ഒരു കണക്കിന് ഞാൻ അവനെ പിടിച്ചു കയറ്റി. ഓ, നന്നായി. എന്തൊരു മഹാത്ഭുതം! എന്റെ തമ്പുരാനെ, ലോകത്തിന് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. സർവനാശത്തിൽ നിന്നുമുള്ള മോചനം സാധ്യമായിരിക്കുന്നു. ലോകത്തിന്റെ നാഥനൊപ്പം നമുക്ക് ഈ ദിവ്യദിനം ആഘോഷിക്കാം. ആഴമാകുന്നു ഇനി സന്തോഷം വേണം, ലോകമെല്ലാം പാടി മനസ്സിൽ നിമാകം. അഹോ യേശുവിൻ കൂട്ടുകാരൊന്നായി ഗ്ലോറിയാദിൻ പാടി മഞ്ഞിൻ കൂളിൽ വേല വിളിനനി. കൂട്ടുകാരൊന്നായി ഗ്ലോറിയാദിൻ പാടി ഗിരിപ്പാടുന്നു പുണ്യവായന. സ്പർശിച്ചു ഭക്തി ആഴമാകുന്നു. ഇനി സന്തോഷം വേണം, ലോകമെല്ലാം